എല്ലാവർക്കും നമസ്കാരം. SCR-PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന CPO പരീക്ഷയിലെ ആനുകാലിക വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏത്? MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി പത്മവിഭൂഷൺ. ISROയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23. ഇതുവരെയുള്ള എല്ലാ PSC പരീക്ഷകൾക്കും ആനുകാലിക ചോദ്യത്തിൽ നിന്ന് സ്ഥിരം ചോദ്യമാണ് ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. പതിവ് തെറ്റിക്കാതെ PSC ഇത്തവണയും ചോദിച്ചു. ISROയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത് 2023 ഓഗസ്റ്റ് 23. ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം. ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആശാ ശോഭന. ഓക്കെ, വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ആശാ ശോഭന. സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? മുൻവർഷ ചോദ്യമാണ്. പ്രതിഭ പദ്ധതി ട്രാൻസ്ജെൻഡർ വിഭാഗമാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ച ട്രെയിൻ. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം മുൻവർഷ ചോദ്യമാണല്ലേ, മുൻപ് ഒരുപാട് തവണ ചോദിച്ചതാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പാലം ചിനാബ് പാലമാണ്. ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരെന്താണ്? ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചുകൊണ്ടുള്ള ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. അപ്പൊ ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചുകൊണ്ടുള്ള ദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ അജയ്. 2023 രസതന്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏത്? നൊബേൽ പ്രൈസിന് കിട്ടിയത് ഏതാണ്? കെമിസ്ട്രിയിലെ ക്വാണ്ടം ഡോട്ട്സ് ആണ്. ഓക്കെ, കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.